ഹലോ, എല്ലാവർക്കും കെ വി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കഫ്താൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കാദ്യം തുണി മടക്കുന്നു. കഫ്താന് വേണ്ടി തുണി മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മടക്കി ഇട്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് മടക്കിയിരിക്കുന്നതെന്ന് ഞാൻ ഈ പേപ്പറിൽ കാണിക്കാം. ഇങ്ങനെയുള്ളൊരു തുണി നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയാണ് മടക്കേണ്ടത്. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അല്ലാതെ കഫ്താന് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കട്ടിങ് പീസ് ഒന്നും വേസ്റ്റ് കിട്ടുന്നില്ല നമുക്ക്. അപ്പം ക്രോസ് പീസായിട്ട് നമുക്ക് ഈ നെക്കിന്റെ ഭാഗത്തുള്ളൂ എന്നാൽ തുണി നമുക്ക് ക്രോസ് പീസായിട്ട് എടുക്കാം. അപ്പം ഇങ്ങനെ മടക്കിയാൽ മാത്രമേ നമുക്ക് അത് അങ്ങനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് തുണി ഇങ്ങനെ മടക്കുന്നത്. ഇതുപോലെ മടക്കിയെടുക്കുക. അങ്ങനെ മടക്കിയിട്ടിരിക്കുകയാണ്. 50 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു കഫ്താന് വേണ്ടിയാണ് ചെയ്യുന്നത്. 40 ചെസ്റ്റ് സൈസും വരുന്ന ഒരാൾക്ക് നമുക്കൊരു 33 ഇഞ്ച് വീതിയിലുള്ള നൈറ്റി ബിറ്റിന്റെ തുണിയിലാണ് ഈ കഫ്താൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം 50 ഇഞ്ച് ഇറക്കത്തിൽ 51 ഇഞ്ച് മാർക്ക് ചെയ്ത് മടക്കിയിട്ടിട്ടുണ്ട് തയ്യൽ തുമ്പോട് കൂടി. ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് 1/2 ഇഞ്ച് കൊടുക്കണ്ട. ലാസ്റ്റ് താഴെ മടക്കിയിരിക്കാൻ വേണ്ടി മാത്രം 1 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിന് ആദ്യം നെക്ക് മാർക്ക് ചെയ്യാം. ഇത് നെക്ക് വൈഡ് വരുന്നത് 3 ഇഞ്ചാണ്. കാണാൻ പറ്റുന്നുണ്ട്. 3 ഇഞ്ച് 3 ഇഞ്ച് നെക്ക് വേണ്ടവർക്ക് 2.25 എടുത്താൽ മതിയാവും. ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. 2.25 എടുത്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ഇറക്കം വരുന്നത് 5.5 ഇഞ്ച്. ഇവിടെയും 2.25 മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് ഇറക്കം വരുന്നത് 3 ഇഞ്ച്. അത് 3 ഇഞ്ച് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് പീസ് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഷോൾഡറിൽ നമുക്ക് മാർക്കിംഗ് ഒന്നും വരുന്നില്ല. ഇവിടെ സ്റ്റിച്ചില്ല. അതുകൊണ്ട് ഷോൾഡറിൽ നമുക്കൊന്നും ചെയ്യണ്ട. പിന്നെ ഇവിടെ വരുന്നത് സ്ലീവ് റൗണ്ടാണ്. അതിൻ്റെ സ്ലീവ് റൗണ്ട് നമുക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഹിപ്പിന്റെ സൈസ് വരെ നമുക്ക് ഒരു 21 ഇഞ്ച് 22 ഇഞ്ചിലേക്ക് 4 ഇഞ്ച് വരെ 22 ഇഞ്ച് വരെ 22 ഇഞ്ച് വരെ നമുക്ക് ഹിപ്പ് റൗണ്ട് എത്തണമെന്ന് വരെ 4 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് താഴേക്ക് 22 ഇഞ്ച് വരെ നമുക്ക് 4 തന്നെ അകൽ കൊടുക്കാം. അതിനുശേഷം താഴേക്ക് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 4 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ജോയിൻ ചെയ്യാം. നൈറ്റിക്ക് നമ്മൾ അകലെടുക്കുന്നത്. അത് വീഡിയോ തിരിഞ്ഞു പോയതുകൊണ്ട് കിട്ടിയില്ല അതിൻ്റെ അകത്ത്, അതാണ് കിട്ടിപ്പോയത്. പിന്നെ ഇനി നെക്കിന്റെ ഭാഗത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് നെക്കിന്റെ ഷോൾഡറിന്റെ ഭാഗം 2 ഭാഗത്തും മാർക്ക് ചെയ്യുക. ഈ 2 ഭാഗവും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്കിന്റെ പീസിൽ നിന്ന് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ക്രോസ് പീസ് അടിച്ചു പിടിപ്പിക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അടിച്ചു പിടിപ്പിക്കാവുന്നതാണ്. അത് അടിച്ചു വെക്കുമ്പോഴേ കുറച്ച് നീട്ടി കുറച്ച് കൂടെ പുറത്തേക്ക് നീട്ടിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ട്. അപ്പം എൻഡിൽ വരുമ്പോഴും നമുക്ക് അതുപോലെ നീട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ്. എന്നിട്ട് കട്ട് ചെയ്തിട്ട്
മറിച്ചിടിക്കാം. ഓക്കെ, അപ്പം ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തത് കാണാം. ക്രോസ് പീസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ മടക്കിയെടുക്കുക. ക്രോസ് പീസ് ജോയിൻ ചെയ്യാം. ആദ്യം സ്റ്റിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് നീട്ടിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിൽ വരുമ്പോഴും അതുപോലെ ഇവിടെ കൂട്ടി തയ്ച്ചിട്ട് ഇതുപോലെ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ അറ്റത്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ. ഇതിങ്ങനെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മടക്കി അടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കറക്റ്റായിട്ട് മടക്കി അടിക്കാൻ പറ്റും. ഹലോ, ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ഞാനൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ച് മടക്കി അടിച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടാക്കി മടക്കിയിടുക. ഇവിടെ മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടി മാർക്ക് ചെയ്യാം. ഇലാസ്റ്റിക്കിന് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ഭാഗത്ത് നിന്ന് താഴേക്ക് 15 ലെങ്ത്, ഈ ഭാഗത്തും 15 ലെങ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് കൊടുത്ത 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ചും കൂടെ കയറ്റി മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ഭാഗത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് 5 ഇഞ്ചിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് പോരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. കറക്റ്റ് സെന്ററിൽ നേരെ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കും. അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. നമ്മളൊരു ഹെഡ് പിൻ എടുത്തിട്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് നിർത്തുന്നത്. ഈ ഭാഗത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്യും. ഇതുപോലെ മാർക്ക്. നമ്മൾ ഇലാസ്റ്റിക് വെക്കേണ്ടത് എൻ്റെ കയ്യിൽ ബോട്ടത്തിന് വെക്കുന്ന ടൈപ്പിലുള്ള ഇലാസ്റ്റിക് ആണ്. അപ്പൊ നമ്മളത് ഇത്രയാണ് ലെങ്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ 23 ഇഞ്ചാണ് ഇതിന് ലെങ്ത് വരുന്നത്. അതിന് ഒരു 4 ഇഞ്ച് കുറച്ച് ഒരു 18 ഇഞ്ചിലൊക്കെ എടുത്ത് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്ക് വശത്ത് നിന്നാണ് 2 പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. ഈ 4 ഇഞ്ചിന്റെ ഇപ്പുറത്ത് നിന്ന് 1 ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 ഇഞ്ച്
അതിൽ നിന്ന് 1 ഇഞ്ചും കൂടെ മുന്നോട്ട് നീക്കി മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് തുടങ്ങേണ്ടത്. ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്, രണ്ട് ഭാഗത്തും ഇലാസ്റ്റിക് വെച്ചു. കൂടാതെ അടിയും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് മടക്കി എടുത്തിട്ട് നമ്മുടെ ഇവിടെ നിന്ന് 4 ഇഞ്ചില് 8 ഇഞ്ചില് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിലേക്കും കൂടെ ഈ ഒരു മാർക്കിങ് ബാക്കിലേക്കും കൂടെ കൊടുക്കണം. അറ്റം വരെ മാർക്ക് ചെയ്ത് ഈ നല്ല വശത്തിട്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കൈനോട്ട് കാണിച്ചു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ കപ്പ്. ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തേക്കുന്നത് ഡോറിയാണ് ഇടുന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ അകത്ത് ഒരു പീസ് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിവിടെ ഡോറിയിട്ട് അപ്പം സെൻറ്ററിലൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലൊരു ഓപ്പൺ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഡോറ് പുറത്തേക്ക് അടിച്ചു വിട്ടുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.